VPYITയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ ഫ്രിക്ഷൻ എന്ന ചാപ്റ്ററാണ്. ഫ്രിക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഘർഷണ ബലം. When on a solid surface another solid is rubbered, a force is created between the two solids which act in the opposite direction of motion or tries to obstruct the motion of the object. This force is called frictional force. This phenomenon is called friction. This happens due to roughness of the two surfaces. ഒരു സോളിഡ് സർഫസ് മറ്റൊരു സോളിഡ് സർഫസുമായി കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവ തമ്മിൽ ഒരു മോഷൻ ഉണ്ടാകുമ്പോൾ ആ രണ്ട് കോണ്ടാക്റ്റിംഗ് സർഫസുകൾക്കിടയിൽ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഫോഴ്സ് മോഷനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് മോഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുക. അത്തരം ഫോഴ്സിനെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നു. ഈ ഫിനോമിന പറയുന്ന പേരാണ് ഫ്രിക്ഷൻ. രണ്ട് ടൈപ്പ് ഫ്രിക്ഷനാണുള്ളത്, സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഡൈനാമിക് ഫ്രിക്ഷനും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദി ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടു സോളിഡ് ഒബ്ജക്റ്റ് വെൻ അറ്റ് റെസ്റ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. രണ്ട് നിശ്ചലമായിട്ടുള്ള സോളിഡ് സർഫസുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ്, ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കാരണമാണ് സ്ലോപ്പഡ് ആയിട്ടുള്ള സർഫസുകളിൽ ചില ഒബ്ജക്റ്റുകൾ സ്ലൈഡ് ചെയ്യാതെ നിൽക്കുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പുള്ളിംഗ് ഫോഴ്സിന് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് സർഫസുകൾക്കിടയിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, പുള്ളിംഗ് ഫോഴ്സ് പി എന്ന് റെപ്രസെൻ്റ്. ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ഈക്വൽ ടു പി ആയിരിക്കും. അടുത്ത ഡൈനാമിക് ഫ്രിക്ഷൻ. റെസ്റ്റിലിരിക്കുന്ന രണ്ട് സർഫസുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഡൈനാമിക് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഒബ്ജക്റ്റുകൾ മോഷനിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് ഡൈനാമിക് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. കൈനറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നും പറയുന്നു. സ്ലൈഡിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സും റോളിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സും ഡൈനാമിക് ഫ്രിക്ഷണൽ ഫോഴ്സാണ്. സ്ലൈഡിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഒബ്ജക്റ്റുകളുടെ സർഫസുകൾക്കിടയിൽ സ്ലൈഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു സർക്കുലാർ ഒബ്ജക്റ്റ് ഒരു ഫ്ലാറ്റ് സർഫസിൽ റോള് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ റോളിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നാണ് പറയുന്നത്. സ്ലൈഡിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവായിരിക്കും. അതുപോലെ തന്നെ റോളിംഗ് ഫ്രിക്ഷന് എപ്പോഴും സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവായിരിക്കും. ഒരു പുള്ളിംഗ് ഫോഴ്സ് മൂവ് ചെയ്യുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിയിൽ ഉണ്ടാകുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഫോഴ്സാണ് വെയ്റ്റ് ഓഫ് ദി ബ്ലോക്ക് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്, W എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്കിൻ്റെ അതത് വെയ്റ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്തിരിക്കും. ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും, വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ W എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അടുത്ത ഫോഴ്സ് ദി നോർമൽ റിയാക്ഷൻ വിച്ച് ആക്ട് അപ്വേർഡ്സ്. അപ്വേർഡ് ഡയറക്ഷനിൽ നോർമൽ റിയാക്ഷൻ എന്ന ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ട്, R എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള വെയ്റ്റിനെ ബാലൻസ് ചെയ്തുകൊണ്ടായിരിക്കും വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിലുള്ള നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യൽ. നമുക്ക് വേണമെങ്കിൽ R ഈക്വൽ ടു W എന്നും പറയാം.
അടുത്ത ഫോഴ്സ് അപ്ലൈഡ് പുള്ളിംഗ് ഫോഴ്സ് പി. നമ്മൾ കൊടുക്കുന്ന ആ ബോഡീനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പുള്ളിംഗ് ഫോഴ്സ് പി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അടുത്തത് ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ്. നമ്മൾ കൊടുക്കുന്ന പുള്ളിംഗ് ഫോഴ്സിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് പുള്ളിംഗ് ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. ആർ ഈക്വൽ ടു ഡബ്ല്യു അതേപോലെ എഫ് ഈക്വൽ ടു പി എന്ന കണ്ടീഷനിലാണ് ആ ബോഡി എങ്കിൽ ആ ബോഡിയിൽ കൊടുക്കുന്ന പുള്ളിംഗ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്താലായിരിക്കും അവിടെ ആ ബോഡിക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവുക. അതായത് നമ്മൾ കൊടുക്കുന്ന പുള്ളിംഗ് ഫോഴ്സ് എഫ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സും പുള്ളിംഗ് ഫോഴ്സും ഈക്വലായി നിൽക്കുമ്പോൾ ബോഡി എന്താവില്ല, മൂവ് ചെയ്യില്ല. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാൾ കൂടുതൽ പുള്ളിംഗ് ഫോഴ്സ് കൊടുത്താലായിരിക്കും അവിടെ എന്ത് ചെയ്യുക, ആ ബോഡിക്ക് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത ലോസ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷണൽ ലോസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ കോണ്ടാക്റ്റിംഗ് സർഫസ്. കോണ്ടാക്റ്റിംഗ് സർഫസുകൾക്കിടയിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് നോർമൽ റിയാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സെക്കൻഡ് ലോ പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് മോഷൻ. മോഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. തേർഡ് ലോ പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി നാച്ചർ ഓഫ് കോണ്ടാക്റ്റിംഗ് സർഫസ്. ഫ്രിക്ഷണൽ ഫോഴ്സ് കോണ്ടാക്റ്റിംഗ് സർഫസിൻ്റെ നാച്ചുറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഫോർത്ത് ലോ പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓവർ ദി ഏരിയ ആൻഡ് ഷേപ്പ് ഓഫ് കോണ്ടാക്റ്റിംഗ് സർഫസ്. കോണ്ടാക്റ്റിംഗ് സർഫസിൻ്റെ ഏരിയയെയോ ഷേപ്പിനെയോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫ്രിക്ഷണൽ ഫോഴ്സ് ആ കോണ്ടാക്റ്റിംഗ് സർഫസിൻ്റെ നാച്ചുറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഏരിയയെയോ ഷേപ്പിനെയോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അടുത്തത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ദി ഫ്രിക്ഷണൽ ഫോഴ്സ് ടു ദി നോർമൽ റിയാക്ഷൻ when the body is just about to move but at equilibrium. It is represented by symbol mu. ഈ സിമ്പിളിനെ പറയുന്ന പേരാണ് മ്യൂ എന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷന് യൂസ് ചെയ്യുന്ന സിമ്പിളാണ് മ്യൂ. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും റേഷ്യോനെ പറയുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ ടു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ബൈ നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ബൈ വെയ്റ്റ് എന്നും പറയാം. ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ആണെങ്കിൽ നോർമൽ റിയാക്ഷൻ ആർ. മ്യൂസ് ഈക്വൽ ടു അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ ടു എഫ് ബൈ ആർ. നമ്മൾ പറഞ്ഞു ആർ ഈക്വൽ ടു ഡബ്ല്യു ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? മ്യൂസ് ഈക്വൽ ടു എഫ് ബൈ ഡബ്ല്യു എന്നും എഴുതാം. അടുത്ത ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോഡിയിൽ ആക്ട് ചെയ്തിരിക്കുന്ന ഫോഴ്സുകൾ എഫ്, പി, ഡബ്ല്യു, ആർ ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും റിസൾട്ടൻ്റ് ഫോഴ്സ് എസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ റിയാക്ഷൻ്റെയും ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും റിസൾട്ടൻ്റെയും ഇടയിൽ വരുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ആംഗിൾ ഓഫ് റീപോസ്. ഒരു ഇൻക്ലൈൻഡ് സർഫസിലാണ് ഒരു ബോഡി നമ്മൾ വെച്ചതെങ്കിൽ ആ ബോഡി മൂവ് ചെയ്യണമെങ്കിൽ ആ ഇൻക്ലൈൻഡ് സർഫസിന് പ്രോപ്പറായിട്ടുള്ള ഒരു ആംഗിൾ വേണം. അതായത് ഇൻക്ലൈൻഡ് സർഫസിൻ്റെ ആംഗിള് ഹൊറിസോണ്ടലിൽ നിന്നും പതുക്കെ പതുക്കെ ഉയർത്തി വരുമ്പോൾ ഒരു പ്രത്യേക ആംഗിളിലായിരിക്കും ഈ ഇൻക്ലൈൻഡ് സർഫസിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ബോഡിക്ക് മോഷൻ സംഭവിക്കുക. ആ ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് റീപോസ്. ആംഗിൾ ഓഫ് റീപോസ് എന്നത് മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം
ഒരു ഇൻക്ലൈൻ സർഫസിൽ ആ ബോഡി അതുപോലെ തന്നെ നിൽക്കണമെങ്കിൽ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും ആംഗിൾ ഓഫ് ഫ്രിക്ഷനും ഈക്വൽ ആയിരിക്കണം. എന്നാൽ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആയിരിക്കും ആ ബോഡി സ്ലൈഡിങ് ചെയ്യാൻ തുടങ്ങുക. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽപ്സ് ആസ് ടു വർക്ക് വിത്തൗട്ട് സ്ലിപ്പിംഗ്. നമുക്ക് സ്ലിപ്പാവാതെ നടക്കാൻ സാധിക്കുന്നത് ഫ്രിക്ഷൻ എന്ന ആക്ഷൻ കൊണ്ടാണ്. നമ്മൾ നടക്കുന്ന സമയത്ത് രണ്ട് സർഫസുകൾ തമ്മിലുള്ള കോണ്ടാക്റ്റ് വരെയാണ്, അതായത് നമ്മുടെ കാൽപാദവും ഗ്രൗണ്ടും തമ്മിലുള്ള രണ്ട് സർഫസുകൾക്കിടയിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ നമുക്ക് സ്ലിപ്പ് ആവാതെ നടക്കാൻ സാധിക്കുന്നത്. സെക്കൻഡ് യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ടു സ്റ്റോപ്പ് വെഹിക്കിൾസ് വെൻ ബ്രേക്സ് ആർ അപ്ലൈഡ്. ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് വണ്ടി സ്റ്റോപ്പാക്കാൻ കഴിയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടാണ്. തേർഡ് അഡ്വാൻറ്റേജ് മൂവ്മെൻറ്റ് ഓഫ് വെഹിക്കിൾസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ബിറ്റ്വീൻ റിവോൾവിംഗ് വീൽസ് വിത്ത് ടയേഴ്സ് ആൻഡ് ദി റോഡ്. റോഡിനും ടയറിനും ഇടയിൽ വരുന്നത് ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആയതുകൊണ്ടാണ് നമുക്കവിടെ വെഹിക്കിൾ മൂവ് ചെയ്യിക്കാൻ സാധിക്കുന്നത്, സ്ലിപ്പാവാതെ മൂവ് ചെയ്യിക്കാൻ സാധിക്കുന്നത്. ഫോർത്ത് അഡ്വാൻറ്റേജ് പവർ ട്രാൻസ്മിഷൻ യൂസിങ് ഗിയർ ഡ്രൈവ് ഓർ ബെൽറ്റ് പുള്ളി ഡ്രൈവ്. അതുപോലെ വരുന്ന മറ്റ് അഡ്വാൻറ്റേജുകളാണ് യൂസിങ് ഫ്രിക്ഷൻ വി ക്യാൻ ഷാർപ്പ് എനി ഓബ്ജെക്റ്റ് ആൻഡ് ഓൾസോ ടു ഹോൾഡ് ഇറ്റ്. സിക്സ്ത് അഡ്വാൻറ്റേജ് നെയിൽസ് ആൻഡ് സ്ക്രൂസ് ആർ ഹെൽഡ് ഇൻ വുഡ് ബൈ ഫ്രിക്ഷൻ. സെവൻത്ത് അഡ്വാൻറ്റേജ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ടു സർഫസസ് ആർ റബ്ബഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജിൻ്റെ ചില അഡ്വാൻറ്റേജുകളാണ്. ഇതും കൂടാണ്ട് ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. ഫ്രിക്ഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് കോസസ് വിയർ ആൻഡ് ടിയർ ഓഫ് ദി മെഷീൻ പാർട്സ്. മെഷീൻ പാർട്സുകൾക്കിടയിൽ തേയ്മാനം വരുന്നതിന് കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തേയ്മാനം സംഭവിക്കും. വെഹിക്കിൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ടയറിന് തേയ്മാനം സംഭവിക്കുന്നത് റോഡ് സർഫസും വീലും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ്. സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസസ് ഹീറ്റ് ആൻഡ് മേ കോസ് മെൽറ്റിംഗ് ഓഫ് മെഷീൻ പാർട്സ്. ടു അവോയ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് യൂസിങ് ഓഫ് കൂളൻറ്റ് ഈസ് നെസസറി. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നത്. പക്ഷേ ഹീറ്റ് പ്രൊഡ്യൂസിങ് നമുക്ക് കൂളൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറയ്ക്കാവുന്നതാണ്. തേർഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് റെഡ്യൂസസ് എഫിഷ്യൻസി ഓഫ് എ മെഷീൻ. മെഷീൻ്റെ എഫിഷ്യൻസി കുറയ്ക്കുന്നു. ഫോർത്ത് ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് റെഡ്യൂസസ് സ്പീഡ് ഓഫ് മൂവിങ് ഒബ്ജക്റ്റ്. മൂവിങ് ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നു. ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്തിട്ട്, സർഫസ് പോളിഷിങ് ചെയ്തിട്ട്, ബോൾ ആൻഡ് ബിയറിംഗ് അല്ലെങ്കിൽ റോളർ ബിയറിംഗ് യൂസ് ചെയ്തിട്ട്, വീൽസ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്ന ലൂബ്രിക്കൻ്റ് ആണ് ഓയിലും ഗ്രീസും ഒക്കെ. കൂടുതൽ നമുക്ക് ലൂബ്രിക്കൻസിനെ കുറിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.